രൂപ്യം സുമുഖ കേകം മൃതിയനീ സ്നേഹിതനോടു മോദിപ്പോനെ ഖേദിപ്പിക്കും. ബർഖുമോർ തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃഹൃദപ്രകാരവും ഈ ദാസനെ ഈ താൽക്കാലിക ജീവിത യാത്രയാക്കിയ ദൈവമായ കർത്താവ് തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഇവന് അയച്ചു കൊടുക്കണമേ. ഇവന്റെ മൃതശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന ഈ തൈലം മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്നും ശത്രുവിന്റെ പാളയങ്ങളിൽ നിന്നും ഇവൻ വഴുതി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരുള്ള ആനന്ദത്തിലേക്ക് ഇവനെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ആമീൻ. പ്രയത്നമുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെ നാമത്തിൽ നിത്യജീവന് വേണ്ടി ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ഹോഷ്ലേം സുബിയനോ ഗുമോറാൻ മനുഷ്യാനി മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് അരുൾ ചെയ്ത പ്രകാരം കർത്താവ് ഇതാ തിരുവിഷ്ടം നിറവേറിയിരിക്കുന്നു, നീ വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യും. ബാറുക്കുമോർ കർത്താവ് വരും, മൃഗർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്ന സ്വീകരണം ഞാൻ നേടാൻ ഒരു നിമിഷം കൊണ്ടുടയോ നീ മൃഗരെ ജീവിപ്പിക്കും നിൻവരവധികൂടം. ശുഭമോട് പോകുകയും വാതിലടച്ചിടുകയും കർത്താവ് വരും, വാതിൽ തുറന്നു തരും. അവസ്ഥാനം തരണം ചെയ്തിടുവാൻ കർത്തൃശ്ലീബ പാലമതാകട്ടെ. സഭയും സുതരും പിതൃസുതരുമായ സ്തുതിഗീതത്തോടൊത്തു വണങ്ങിടും. മേൽപ്പെട്ട സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനന്മാരും പാപികളുമായി ഞങ്ങളും സ്തുതിക്കുന്നു. ഭൂമിയിൽ സമാധാനം നിൽപ്പ് മനുഷ്യനും ഉണ്ടായിരിക്കട്ടെ. വാഴ്ചയെ വന്ദിക്കുകയും ചെയ്യുന്നു. സ്വർഗാധിപതിയും സൃഷ്ടാമർത്താവേ വിശുദ്ധവാദം നിന്റെ സ്വരവലുപ്പം നിമിത്തങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനവചന ലോകത്തിന്റെ ഭാഗത്ത് വഹിക്കുന്നതിന് വഹിച്ചനമാ ദൈവത്തിനോ ഞാൻ ഉള്ളവേ ഞാൻ ഓർമ്മയണമേ. ലോകത്തിന്റെ ഭാഗത്ത് നീക്കളെന്നെ നില ചെയ്യാനുള്ള അപേക്ഷകളാണമേ. തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്ത് മാത്രം തന്നെ ദൈവവും ഞങ്ങളുടെ മേൽ എൻജോയ് ചെയ്യണമേ. എന്നാൽ നീ മാത്രം മത്സ്യന്റെ പിതാവ് ദൈവത്തിന് മാത്രത്തിന് ശുദ്ധമുള്ള റൂഹാരുടെ സുവിശ്യ നീ മാത്രം കർത്താവാകുന്നു. കാലമൊക്കെ നേരമൊക്കെ ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെ എന്നേക്കും വാഴ്ത്തപ്പെട്ടവും പരിശുദ്ധമായ വാഴ്ത്തി സ്തുതിക്കും. ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ സർവശക്തനായ കർത്താവേ നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി ചേർച്ചയാകുന്നു ന്യായപുത്രയുടെ സ്ഥലത്തിന് ദിവസത്തിന് പുരുഷന് യോഗ്യമാകുന്നു. അതിപ്പോഴും ഇപ്പോഴെല്ലാം നേരത്തെ എന്നേക്കും ആമേൻ. മാറാനേശുമശീഹ നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങൾ നീ അടയ്ക്കല്ലേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് ദൈവമേ നിനക്ക് സ്തുതി.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ദൃഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രവേശിപ്പിക്കരുത്, പിന്നെ അതിങ്ങോട്ട് രക്ഷിച്ചോളമേ. തുടർന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു, എന്റെ ഫലമായ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സത്യത്തിന്റെ സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം ജനിച്ചതിനും സൃഷ്ടിയില്ലാത്തതിനും പിതാവിന്റെ സമ്മതമല്ല സൗരവും നയിക്കപ്പെട്ടവരും മനുഷ്യരാം രക്ഷിക്കും വേണ്ടി ദൃഷ്ടപ്രകാരം വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ മറിയാം ശരീരത്തിൽ മനുഷ്യനായി കഷ്ടമനുഭവിച്ച മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിക്കുന്ന രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സൗരത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും നിബിയന്മാരും സ്ലിഹന്മാരും മുഖാന്തരം സംസാരിച്ചനുമായി പാപമോചനത്തിന് മാമോദീസ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളെ പറഞ്ഞു. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലെ നിൻ കൃപയിൽ നാഥാതാപകമേരു ലോകം നിന്നധികാരം താങ്ങും ശ്രീബായ ജീവിതരേഖ തന്നാൽ മുക്തിമൃതർക്കേക സ്തോത്രമൃതജീവ പ്രദനെ കബറിന്നെറ്റിടുന്നോനെ നിൻ പ്രേക്ഷകതാതനുമാമലൻ ഹല്ലേലൂയ മറിയോറാഹിമലിൻ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവന് കർത്താവേ ഒന്നിനും മറ്റൊരു മനുഷ്യരുടെ വാക്കുകൾ വാഴ്ത്തപ്പെട്ടവനായ മനുഷ്യങ്ങൾ ആത്മാക്കളെ സ്നേഹിതമാറാണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ സംസ്കാര ശുശ്രൂഷയുടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. പരവന്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കണമെന്നും സുഖിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമെന്നും പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. പരവന്റെ ബഹുമാനാർത്ഥം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന ലഘുഭക്ഷണത്തിന് എല്ലാവരും സംബന്ധിക്കണം എന്നും കുടുംബക്കാർക്ക് വേണ്ടി പ്രത്യേകമായി അറിയിക്കുന്നു.